കൃത്യമായ വിശദീകരണമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അതിൽ ആ, സ്മൃതി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്ന വാചകം ഇത് അണ്ടർസ്റ്റുഡ് അല്ലേ എന്നുള്ളതാണ്. ആർക്കാണ് അണ്ടർസ്റ്റുഡ് ആയത്? ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ, അത് ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ താല്പര്യമായിരുന്നു. അബ്ദുസ സമദാനിക്ക് പൊന്നാനിയിൽ മത്സരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ താല്പര്യം നേരത്തെ അറിയിക്കുമ്പോൾ അബ്ദുസമ സമദാനി അതിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ഇ.ടി. മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറിയത്? അതിന് നമ്മുടെ മുന്നിലൊരു മനോഹരമായ വിശദീകരണമുണ്ട്. അതാത് നാട്ടും പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് അവർക്കൊപ്പം വോട്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു വിശദീകരണമാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രാതിനിധ്യ രീതി അനുസരിച്ച് അങ്ങനെ ഒരു സംവിധാനമില്ല. കഴിഞ്ഞ തവണ പുനലൂരിൽ വന്ന് മത്സരിച്ചത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയാണ്. ആ നാട്ടുകാരനെ ആയിരുന്നില്ല എന്നത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വോട്ടറാണ് എന്നുള്ളത് കൊണ്ട് ആ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിത്വം എന്നത് ഒരു തൃപ്തികരമായ വിശദീകരണമായി ഞാൻ മനസ്സിലാക്കുന്നില്ല. പകരം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഇൻകൺവീനിയൻസ് സാധാരണ രീതിയിൽ പറയാം. 77 വയസ്സായി ഇ.ടി. മുഹമ്മദ് ബഷീറിന്. പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത് തിരൂരങ്ങാടി മുതൽ ഇങ്ങ് തൃത്താല വരെ നീണ്ടു കിടക്കുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും സ്വന്തം വീടാ മണ്ഡലത്തിലല്ലാത്തത് കൊണ്ട് ദീർഘമായ യാത്രകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഒരു MP എന്ന നിലയിൽ ആ മണ്ഡലത്തിലൊരു MLA പോലെ സജീവ സാന്നിധ്യമാകേണ്ട ആളല്ല ഇ.ടി. മുഹമ്മദ് ബഷീർ. ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ ക്രെഡൻഷ്യലും അതല്ല. അതുകൊണ്ട് ഒരു തൃപ്തികരമായ വിശദീകരണമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല ആദ്യമേ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇ.ടി. മുഹമ്മദ് ബഷീറിനെതിരെ ഒരു ശരാശരി MP-യുടെ പെർഫോമൻസ് എന്നതിനും അപ്പുറത്തേക്ക് പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു മണ്ഡലത്തിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ പലപ്പോഴും ന്യൂനപക്ഷ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് അദ്ദേഹത്തെ ഇപ്പോഴും ലീഗിലെ അണികൾക്ക് വളരെ പ്രിയപ്പെട്ടൊരു നേതാവായി നിലനിർത്തുന്നത്. പക്ഷേ ആ മണ്ഡലത്തിലൊരു സവിശേഷമായ സ്വഭാവമുണ്ട്. നേരത്തെ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചതുപോലെ പൊന്നാനി മണ്ഡലം 2004 വരെ പെരിന്തൽമണ്ണയും മങ്കടയും ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് തവനൂരും കോട്ടക്കലും വരുന്നത്. തവനൂർ പിന്നീട് ചുവക്കുന്നത് കണ്ടു. കോട്ടക്കൽ ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയായി തന്നെ തുടരുന്നുണ്ട്. പക്ഷേ 3 മണ്ഡലങ്ങൾ നിർണായകമാണ്. അതിൽ പൊന്നാനി വളരെ നിർണായകമാണ്. അവിടെ കഴിഞ്ഞ തവണ 17,000-ഓളം വോട്ടുകൾ നേടിയാണ് അവിടെ നിന്നും നന്ദകുമാർ വരുന്നത്. തൃത്താലയുടെ കാര്യത്തിലും MP രാജേഷ് പിടിച്ചെടുത്തതിലൂടെയും ഇപ്പോൾ അവിടെ MP രാജേഷിനെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ തൃത്താലയും പൊന്നാനിയും വളരെ പ്രധാനപ്പെട്ട 2 സെഗ്മെൻറ്റുകളാണ് പൊന്നാനി മണ്ഡലത്തിൽ. മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ തവനൂരാണ്. അതിൽ കാര്യമായ രീതിയിലുള്ള വലിയ മാറ്റം ഉണ്ടാവില്ല. കാരണം വളരെ നേരിയ വോട്ടിനാണ് കഴിഞ്ഞ തവണ PK ഫിറോസ് ഇവിടെ പരാജയപ്പെടുന്നത്. പക്ഷേ ഈ 3 മണ്ഡലങ്ങൾക്കും അപ്പുറം ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലെ വോട്ട് ബാങ്ക് പൊന്നാനിയിൽ ശരാശരി ഒരു 75,000 വോട്ടിൻ്റെ പിന്തുണ ലീഗിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കിയാൽ കഴിഞ്ഞ തവണത്തെ ഒരു എക്സെപ്ഷണൽ കേസാണ്. കഴിഞ്ഞ തവണ ഇ.ടി. മുഹമ്മദ് ബഷീറിന് 5,21,000 വോട്ടാണ് കിട്ടിയത്. അത് ശരാശരി കിട്ടിക്കൊണ്ടിരുന്ന 3,70,000, 85,000 റേഞ്ചിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു റേഞ്ചാണ്. പക്ഷേ അപ്പോഴും ഇടതുമുന്നണിക്ക് പൊന്നാനി ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തുടർച്ചയായി കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ ശരാശരി 3 ലക്ഷം മുതൽ 3,20,000 വരെ വോട്ടുകൾ ഉള്ളതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലും, അതായത് വയനാട്ടിലെ സ്ഥാനാർത്ഥി സാന്നിധ്യത്തിലും, ഒപ്പം ഈ ശബരിമല വിഷയമടക്കമുള്ള വിഷയങ്ങളും കേന്ദ്രത്തിൽ ഒരു ഇടതുമുന്നണി ഒരു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തോന്നലിലും പൊന്നാനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന് കിട്ടിയ ഒരു പിന്തുണയാണ് 5,21,000 വോട്ടെന്ന വലിയൊരു നമ്പറിലേക്ക് വരുന്ന എക്സെപ്ഷണൽ കേസാണ്. അത് ആവർത്തിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഇ.ടി. മുഹമ്മദ് ബഷീർ ആ മണ്ഡലത്തിൽ തുടർന്നാൽ 3 തവണ തുടർച്ചയായിട്ടുള്ള ഒരു MP എന്ന നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരാശരി പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പരാജയപ്പെട്ടില്ലെങ്കിലും ഭൂരിപക്ഷം നന്നേ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ മലപ്പുറം സേഫ് സീറ്റാണ്. മലപ്പുറത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളും ഒരിക്കലും ഇ.ടിയെ കൈവിടാൻ പോകുന്നില്ല എന്നുള്ളത് ഇ.ടിക്കും കൂടി ബോധ്യമായ കാര്യമാണ്. ഇനി ഈ അബ്ദുസമദ് സമദാനിയുടെ കാര്യത്തിലാണെങ്കിലും അബ്ദുസമദ് സമദാനി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇ.ടി. മുഹമ്മദ് ബഷീറിനേക്കാൾ മറ്റു മതവിഭാഗങ്ങൾക്ക് വളരെ പൊതു സ്വീകാര്യനായ, ഒരുപക്ഷെ GM ബനാത്ത് വാലയെ തുടർച്ചയായിട്ട് 7 തവണ വിജയിപ്പിച്ചൊരു മണ്ഡലം എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ ഏറെ സ്വീകാര്യനായ ഒരു മുസ്ലിം സമുദായത്തിലെ സാംസ്കാരിക നേതാവ് എന്നൊരു പ്രതിച്ഛായ കൂടി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് KS ഹംസയെ നേരിടുമ്പോൾ ഇ.ടി. മുഹമ്മദ് ബഷീറിനേക്കാൾ അവിടെ ലീഗിന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള, ലീഗിന് പരീക്ഷിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് തീർച്ചയായും അബ്ദുസമദ് സമദാനിയാണ്. പക്ഷേ അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പൊന്നാനിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 3 തവണ മാത്രമേ ഇടതുമുന്നണി നേതാക്കൾ ഏതെങ്കിലും തരത്തിൽ പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് 1962-ലും പിന്നീട് 67-ലും തുടർച്ചയായിട്ട് 67 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. CK ചക്രവാണിയും CPM-ൻ്റെ കാര്യത്തിൽ ഇമ്പിച്ചി ബാബയുമായിരുന്നു.
അപ്പോൾ ആ മണ്ഡലത്തിനൊരു ഇടതു സ്വഭാവം ഇല്ലെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കാൻ പൊന്നാനി മണ്ഡലത്തിന് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ കൂടി ഒരു പക്ഷേ മുഹമ്മദ് ബഷീർ ET മുഹമ്മദ് ബഷീർ കണക്കിലെടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് മലപ്പുറത്തേക്ക് മാറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ പാർട്ടി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല. കാരണം ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിലെ വോട്ടർ ആകണമെന്നില്ല ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാവാൻ. അതുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം കണ്ടെത്തിയെന്ന് മാത്രം. നാട്ടിലെ വോട്ടർമാർക്കൊപ്പം വോട്ട് ചെയ്യാം എന്നുള്ളത് വളരെ സൂപ്പർഫിഷ്യലായ, വളരെ ആഴമില്ലാത്ത ഒരു നിരീക്ഷണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരു വിശദീകരണം എന്ന നിലയിൽ പാർട്ടി അവതരിപ്പിക്കുമ്പോൾ അതിനെ പാർട്ടി അണികൾക്ക് അംഗീകരിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ET മുഹമ്മദ് ബഷീറിനെതിരെ ശക്തമല്ലെങ്കിലും ഒരു ഭരണവിരുദ്ധ വികാരം, ഒരു MP എന്ന നിലയിൽ ഒരു വിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട്. പക്ഷേ ലീഗ് അണികളിൽ അതില്ലതാനും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുത്തലാഖ് വിഷയത്തിലാണെങ്കിലും പൗരത്വ വിഷയത്തിലാണെങ്കിലും ET മുഹമ്മദ് ബഷീർ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. പലയിടങ്ങളിലും ET മുഹമ്മദ് ബഷീർ നടത്തിയ സന്ദർശനങ്ങൾ ഇതിനകം തന്നെ വാർത്തയായിരുന്നു. മണിപ്പൂരിലടക്കം അദ്ദേഹവും ലീഗും നടത്തിയ യാത്രയൊക്കെ നമ്മളടക്കം കണ്ടതുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു MP എന്ന നിലയിൽ ലോക്സഭയിലുള്ള പെർഫോമൻസ് ഒരു ശരാശരിക്ക് മുകളിലാണെങ്കിലും മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ അതൃപ്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.